കൂട്ടുകാരെ, ഇതാ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്ന ഇന്നത്തെ തിരുവിരുന്ന് ആസ്വദിക്കാനായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ഒന്നും കൂടെ ഉച്ചത്തിൽ പറഞ്ഞ് ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾ നല്ല സന്തോഷത്തിലാണ്. എന്നിട്ട് അടുത്തിരിക്കുന്നവർ സന്തോഷത്തിലാണോ എന്നറിയണ്ടേ? അവിടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടോ? നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്. പഠനം ഒരു ബോറടി ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും തോന്നലുണ്ട്. പഠനം ബോറടിയായി തോന്നിയാൽ നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ അല്ലേ? പഠനം ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ കടമ എന്താ? പഠിക്കുക. ബുദ്ധിമുട്ടിയാണേലും നല്ല സ്കൂളിലൊക്കെ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ അയക്കുന്നുണ്ടല്ലേ? അപ്പം അവർക്ക് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എന്താ ആഗ്രഹം? നിങ്ങൾ പഠിച്ച് വലിയവരാകണം. അപ്പോൾ അവരുടെ ആഗ്രഹം ആര് സാധിച്ചു കൊടുക്കണം? നിങ്ങൾ സാധിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും അത്? കളി അല്ലേ? കളിച്ച് ബോറടിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കളിച്ച് ബോറടിച്ചു എന്ന് അല്ലേ? ബോറടിക്കാത്ത ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. 2 പേർക്ക് മാത്രമേ കളിക്കാനുള്ള അർഹത അല്ലെങ്കിൽ അവസരം ഇവിടെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലല്ലോ ബാക്കിയുള്ളവർക്ക്? ആരാ കളിക്കാൻ 2 പേര് റെഡി ആയിട്ട് വരുന്നേ? സൗഹൃദം ഇഷ്ടപ്പെടുന്നവരാണല്ലോ കുട്ടികൾ. കുട്ടികളുടെ സൗഹൃദത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാകട്ടെ കളികളും. എന്നാൽ നമുക്കിനി ഒരു കളിയാകാം അല്ലേ? ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഗ്ലാസ്. ഇതിൻ്റെ ഏറ്റവും അവസാനം ഇരിക്കുന്ന ഗ്ലാസ്സിന് ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ബ്ലൂ കളർ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഓരോ ഗ്ലാസ്സായിട്ട് 2 കൈ കൊണ്ട് എടുത്തു വെക്കണം. ആദ്യം വലത് കൈ കൊണ്ട്, പിന്നെ ഇടത് കൈ കൊണ്ട്. കളിക്കുന്നവർക്ക് മനസ്സിലായോ? ഇങ്ങനെ തിരിച്ചടുക്കുക. അതിലാദ്യം അടുക്കി തീരുന്നയാൾ ജയിക്കും. പേടിയൊന്നുമില്ലല്ലോ? നമുക്ക് തുടങ്ങിയാലോ? റെഡി? ഇതാ പിടിച്ചു. റെഡി? 1 2 3 സ്റ്റാർട്ട്. ജയിച്ചു അല്ലേ? ജസനാണ് ഈ കളിയിൽ ജയിച്ചത്. ജസനൊരു ക്ലാപ്പ് കൊടുത്തേ. അതിന് നന്നായി കളിച്ചു. കുറച്ച് ഗ്ലാസ്സുകളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കൃത്യമായിട്ട് അവർ ഓരോ ഗ്ലാസ് തന്നെ എടുത്താണ് അടുക്കിയത് കേട്ടോ. ഇനി നിങ്ങൾ അവിടെ പോയിരുന്നു. കളി കണ്ടവർ എന്താ അഭിപ്രായം ഈ കളിയെക്കുറിച്ച്? കളി കണ്ടവർക്ക് എന്താ തോന്നിയത്? ആര് ജയിക്കുമെന്ന് നിങ്ങൾക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ജസൻ ആണ് ജയിച്ചത്. അപ്പം ജസൻ ജയിക്കാനായിട്ട് ആഞ്ഞപ്പോഴേക്കും ജസൻ എന്ത് തോന്നി? ഇവർ കൂടുതൽ കൈയടിച്ചു അല്ലേ? ഗ്ലാസ് കണ്ട് അടുക്കി തീരാനായപ്പോഴത്തേക്കും. അപ്പം എന്താ തോന്നിയേ? ഒരു ഉത്സാഹം തോന്നി. അതുകൊണ്ട് നല്ല സ്പീഡിൽ അവന് അടുക്കി അല്ലേ? അപ്പോൾ കളിയിൽ ഒരാളെ ജയിക്കുള്ളൂ നമുക്കറിയാം. ജയവും തോൽവിയും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തോറ്റയാൾ വിഷമിക്കുമൊന്നും വേണ്ട. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഗ്ലാസ് നല്ല വൃത്തിക്ക് അടുങ്ങിയിരിക്കുന്നേ. ഇത് കാണാൻ ഭംഗിയുണ്ടോ? ഉണ്ടോ? ഇനി ഈ ഗ്ലാസ് ഇങ്ങനെയൊക്കെ വെച്ചേക്കോ. ഇതാ ഇങ്ങനെ ഒരെണ്ണം, അങ്ങോട്ടൊരെണ്ണം, ഇങ്ങോട്ടൊരെണ്ണം. അപ്പൊ നമുക്കൊരു ഇഷ്ടം തോന്നുമോ അടുക്കലിനോട്? ഇല്ല. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം തന്നെ ആ വീടിനെ കുറിച്ചുള്ള ഇംപ്രഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കുന്നത്? നല്ല അടുക്കി പെറുക്കി എല്ലാ സാധനങ്ങളും വെച്ചേക്കുവാണ്. അടുക്കും ചിട്ടയും ആദ്യം കയറുന്ന എന്ന റൂമിൽ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ക്രമീകരിച്ച് വെച്ചേക്കുന്നു. പിന്നെ നമ്മൾക്ക് അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്ന കിച്ചണിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ്. എല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക്
ഒരു ഒരു വിഷമം തോന്നുന്നത് കാണുമ്പോൾ. ഇതുപോലെ തന്നെ വീട്ടിൽ മാത്രം അടുക്കും ചിട്ടയും പോരാ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ നമുക്കൊരു അടുക്കും ചിട്ടയും വേണം. എല്ലാത്തിനും ഒരു ടൈം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു പേഴ്സണലായിട്ട് ടൈം ടേബിൾ നമുക്കുണ്ടായിരിക്കണം. ആരെയും നമ്മൾ ഈ ടൈം ടേബിൾ കാണിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യസമയത്ത് പഠിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ കൃത്യം അടുക്കി പെറുക്കി വെക്കുക. അത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 1ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി കടന്നു വന്നു കഴിയുമ്പം ആ കുട്ടി എന്തായി തീരും, അടുക്കും ചിട്ടയുള്ള കുട്ടിയാണോ എന്ന് ഒരു ടീച്ചർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ചില കുട്ടികളെ എഴുതി കഴിഞ്ഞാൽ പെൻസില്, റബ്ബറ്, സ്കെയില് എല്ലാം അവൻ്റെ ബോക്സിലേക്ക് വളരെ കൃത്യമായിട്ട് അടുക്കി വെക്കും. ചിലരോ നോട്ട് എടുത്തിട്ട് എഴുതാൻ പറയുമ്പോൾ ഈ കൊച്ചിങ്ങനെ പരതി നടക്കുന്ന കാണാം. ടീച്ചറെ എൻ്റെ പെൻസിൽ കണ്ടില്ല. പിന്നെ ടീച്ചറും കൂടെ കൂടി ക്ലാസ് മൊത്തം പരതിയാലേ അവൻ്റെ പെൻസിലെടുത്ത് ഇവന് എഴുതാൻ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരു 5 വയസ്സ് 6 വയസ്സായ കുട്ടി ഈ ക്രമീകരണങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഇല്ല എങ്കിലും നമുക്കിത് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? എൻ്റെ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും, എൻ്റെ ബോക്സിൽ വേണ്ടുന്ന സാധനങ്ങൾ ബോക്സിൽ വയ്ക്കും, എൻ്റെ ബുക്ക് ഞാൻ അടുക്കി വയ്ക്കും. രാവിലെ സ്കൂളിൽ വന്നു കഴിയുമ്പോൾ മിക്ക കുട്ടികളും കാണാൻ ബുക്ക് എടുത്തില്ല, അമ്മ എടുത്തു തന്നില്ല. അമ്മയാണ് എടുത്തു തരണ്ടേ വലിയ കുട്ടികൾക്ക്? അല്ല, സ്വന്തം എടുക്കണം. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അടുക്കും ചിട്ട ഉണ്ടായിരിക്കട്ടെ. ഇല്ല എങ്കിൽ നിങ്ങളത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. റെഡിയാണോ എല്ലാവരും? ഇതൊക്കെ ചെയ്യുവോ? ഇതൊക്കെ ചെയ്യണം. എന്നാലും നമുക്ക് ജീവിതത്തിൽ ഒരു ആര് കണ്ടാലും ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും നമ്മുടെ ജീവിതം കാണാൻ. ഹേ റോഷൻ, നിനക്കെന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എന്തിന്? എൻ്റെ മുറി വൃത്തിയാക്കാത്തതുകൊണ്ട്. അമ്മ പറഞ്ഞത് ചെയ്യേണ്ടതായിരുന്നില്ലേ? എൻ്റെ മുറി വൃത്തിയാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ? നിനക്ക് തോന്നുമ്പോൾ ചെയ്യുന്നതല്ല അനുസരണം, മുതിർന്നവർ പറയുമ്പോൾ ചെയ്യുന്നതാണ് അനുസരണം. നീ വാ, നമുക്ക് സിസ്റ്ററിന്റെ ക്ലാസ്സിലേക്ക് പോകാം. ഇതെന്താ ഈ കാണുന്നേ? ഒരു പിക്ചർ ചാർട്ട്. ഈ പിക്ചർ ചാർട്ടിൽ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നേ? ഒരു വലിയ എലിയും കുഞ്ഞെലിയും. ഒരു വലിയ എലിയും ഒരു കുഞ്ഞെലി. പിന്നെ എന്താ കാണുന്നേ? ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലേ? എലിക്കൂട്. ഇങ്ങോട്ടേക്ക് ഒരു കുഞ്ഞെലി എന്താ ചെയ്യുന്നേ? ഇത് കാണുവാണ്. ഇനി അവസാനം എന്താ സംഭവിച്ചേ? കുഞ്ഞെലി എലിക്കൂടിനുള്ളില് കിടക്കുകയാണല്ലേ? ഇതൊരു കഥാചാട്ടാണ്. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊരു അമ്മ എലിയുടെയും കുഞ്ഞെലിയുടെയും കഥയാണ്. അമ്മ എലിയും കുഞ്ഞെലിയും കൂടെ ഒരു മാളത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പം അമ്മ എലി തീറ്റ തേടാനായിട്ട് പുറത്തു പോകുമ്പോൾ കുഞ്ഞെലി എന്ത് ചെയ്യുന്നറിയാവോ? കുഞ്ഞെലിയും പതുക്കെ പുറത്തേക്ക് നടക്കാനിറങ്ങും. അപ്പോൾ ഒരു ദിവസം നടക്കാനിറങ്ങിയ കുഞ്ഞെലി തിരിച്ചു വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് ഞാൻ പുറത്ത് നടക്കാൻ പോയപ്പോൾ നല്ലൊരു വീട് കണ്ടു. നല്ല അഴിയൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീട്. അപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ പഴയ ഒരു മാളം. നമുക്ക് ഈ മാളത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ആ പുതിയ വീട്ടിൽ പോയി താമസിക്കാം. അവിടെയാണെങ്കിൽ നല്ല കേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് കുറേ കാലത്തേക്ക് തിന്നാനുള്ള കേക്കുണ്ടത്. അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അമ്മ പറഞ്ഞു, അമ്മയുടെ മുഖം ആകെ മ്ലാനമായി. അമ്മ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ വീട് മതി. അത്രേ അമ്മ പറഞ്ഞുള്ളൂ. നമ്മൾ ഈ വീട്ടിൽ താമസിച്ചാൽ മതി. കുഞ്ഞെലിക്ക് ആകെ അസ്വസ്ഥതയായി. അമ്മ ഉറങ്ങിയപ്പോൾ ഈ കുഞ്ഞെലി ഒരു പണി കാണിച്ചു. അമ്മയറിയാതെ പതുക്കെ ആ വീടെന്ന് കരുതിയിരുന്ന സ്ഥലത്തേക്ക് കുഞ്ഞെലി ചെന്നു. എന്നിട്ട് ആ വീടിനകത്ത് കയറി. അതിനകത്ത് നല്ല കേക്കിൻ്റെ മണം. ചാടിയ കേക്കലേക്ക് പിടിച്ചു. എന്ത് സംഭവിച്ചു എന്നറിയാവോ? ആ കൂട് പെട്ടെന്നങ്ങ് അടഞ്ഞു. കുഞ്ഞെലി അതിനുള്ളിൽ പെട്ടുപോയി. രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അമ്മേലി അറിയുന്നുണ്ടോ ഇത്? ഇല്ല. പുറത്തുനിന്ന് അമ്മേലിക്ക് രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ കുഞ്ഞെലിക്ക് ഇത് സംഭവിച്ചേ? അമ്മ പറഞ്ഞത് അനുസരിച്ചില്ല. ഈ അമ്മേലിയുടെയും കുഞ്ഞെലിയുടെയും കഥ കേട്ടു. കുഞ്ഞെലി അനുസരിച്ചാൽ മാത്രം മതിയോ? ഈ ഇരിക്കുന്ന നിങ്ങളോ? നമുക്ക് വേണം അനുസരണം. വേണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്? അനുസരണം. ചെയ്യരുത്, ഇന്നത് ചെയ്യണം. ഇപ്പോൾ അനുസരിക്കേണ്ട പ്രായമാണ്. ആരെയൊക്കെയാ നമ്മൾ അനുസരിക്കണ്ടേ? മാതാപിതാക്കളെ. പിന്നെയോ? മുതിർന്നവരെ, അധ്യാപകരെ.
മുതിർന്നവരെ. മതിയോ? സഹോദരരെ. ആ സഹോദരങ്ങളെ. മുതിർന്നവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പെടും അല്ലേ? പിന്നെ ദൈവത്തെ അനുസരിക്കണം. വലിയ കാര്യമാണത്. ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കുന്നവർ മറ്റുള്ളവരെ അനുസരിക്കും അല്ലേ? ഇനി ഈ കൂട്ടുകാരെയും ചിലപ്പോൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. ക്ലാസ്സിൽ ഒരു ലീഡറാക്കി വെച്ചു അല്ലേ? അപ്പം ടീച്ചർ എന്ത് പറയും? ലീഡർ പറയുന്നത് പോലെ ചെയ്യണം. ഇപ്പം ക്ലാസ്സിൽ ചിലപ്പോൾ ലീഡർക്ക് ചില ഉത്തരവാദിത്വം കൊടുക്കും. ക്ലാസ്സിൽ ആരെങ്കിലും സംസാരിച്ചാൽ, ഡിസിപ്ലിൻ്റെ സമയത്തൊക്കെ സംസാരിച്ചാൽ ആരാന്ന് നോക്കാൻ പറയും. തിരിച്ചു വരുമ്പം ലീഡർ കുറേ പേരുകൾ ഇങ്ങ് പറയും, നിങ്ങളോട് സംസാരിക്കരുതെന്ന് പറയും. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ മുതിർന്നവരെ അനുസരിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് പരിചയമില്ലാത്ത മുതിർന്നവരെ പറയുന്ന മുഴുവൻ നമ്മൾ അനുസരിക്കണമെന്ന് ഇല്ല. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ആള് നിങ്ങളോട് പറഞ്ഞു, മോനെ എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം, നീ എൻ്റെ കൂടെ വാ, അല്ലെങ്കിൽ കടയിൽ വരെ ഒന്ന് പോകണം, നിനക്ക് മിഠായി മേടിച്ചു തരാം, വാ. പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾക്ക് പരിചയമുള്ള മുതിർന്നവരെയൊക്കെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി നമുക്ക് വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിലക്കുകൾ കിട്ടുന്നത് അല്ലേ? അമ്മ പറയും, പഠിക്കാൻ പറയും, ചിലപ്പോൾ പറയും TV ഓഫ് ചെയ്യുക, ഇന്നത് കാണണ്ട, ഇന്നത് ചെയ്യുക, ഇങ്ങനെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കും, വിലക്കുകൾ വന്നുകൊണ്ടിരിക്കും. ഈ പ്രായത്തിൽ ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ ആവശ്യപ്പെടുന്നത് എന്താ? സൈക്കിൾ. നിങ്ങൾക്കറിയാതെ അല്ലേ? എല്ലാവരും തന്നെ ഒരു ഏജ് കഴിയുമ്പോൾ എന്ത് പറയും? എനിക്ക് സൈക്കിൾ വേണം, സൈക്കിൾ വേണം. കുറച്ചും കൂടെ മുതിർന്ന് കഴിയുമ്പോൾ എന്ത് പറയും? എന്നാ വേണ്ടേ? ഫോൺ. മൊബൈൽ ഫോൺ ആവശ്യപ്പെടും. പെൺകുട്ടികളോ? ഡ്രസ്സ് അല്ലേ? നല്ല ഡ്രസ്സിന് വേണ്ടി പറയും പിന്നെ ഫാഷനുള്ള ഡ്രസ്സ്. ചിലർക്ക് ജീൻസ് വേണം, ടോപ്പ് വേണം. പക്ഷെ അമ്മയ്ക്കറിയാം നിങ്ങൾക്ക് എന്ത് വേണമെന്ന്, നിങ്ങളുടെ അപ്പച്ചനറിയാം നിങ്ങൾക്ക് എന്ത് വേണമെന്ന്. അവരത് കണക്കാക്കി നിങ്ങൾക്ക് മേടിച്ചു തരും. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഒരമ്മ ഒരു 2 വയസ്സായ കുട്ടിയുടെ കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുക്കുവോ? ഒരു വലിയ കത്തി എടുത്തു കൊടുക്കുവോ? ഇല്ല. കാരണം ഈ കുട്ടിക്കറിയില്ല ഇതിന് മൂർച്ചയുണ്ടെന്ന്. ഈ കത്തിക്ക് അടുത്ത് പോയി നിൽക്കുന്ന ഒരാളെ കളിച്ചൊരു വെട്ടിയാലോ ആളുടെ കൈ മുറിയും. ഈ മെഴുകുതിരി പിടിച്ചിട്ട് കൊച്ചാ മെഴുകുതിരി കത്തുന്ന ആ മെഴുകുതിരിയിലേക്ക് പിടിച്ചാലോ കൈ പൊള്ളും. കൈ പൊള്ളിക്കഴിഞ്ഞാൽ അത് അബദ്ധമാണെന്നറിയാം. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് വേണ്ട എന്ന് നിങ്ങളുടെ പേരൻസിനറിയാം. അവർ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വേണ്ട എന്ന് വെക്കാൻ തന്നെ പഠിക്കണം. ഇനി മുതിർന്ന് നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ ആരെങ്കിലും അനുസരിക്കണോ? വേണോ? എന്താ ഉറപ്പില്ലാത്ത? വേണോ? അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മരിച്ചുപോയി, പിന്നെ ആരെയും അനുസരിക്കണ്ടേ? ദൈവത്തെ മാത്രം അനുസരിച്ചാൽ മതിയോ? അവരെക്കാൾ മുതിർന്നവരെ. അത് മാത്രമേ ഉള്ളോ? ഇപ്പം അവർക്കൊരു ജോലി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു തൊഴിൽ മേഖല, ഒരു സ്ഥാപനത്തിൽ. അപ്പം ആ സ്ഥാപനത്തിൽ കൃത്യസമയത്ത് ചെല്ലണം. അവിടെ എന്തുണ്ട്? നിയമങ്ങളുണ്ട് അല്ലേ? സ്കൂളിൽ നിയമങ്ങളുണ്ടോ? ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ ചെന്നാൽ അസംബ്ലിക്ക് ബെല്ലടിക്കുമ്പോൾ എങ്ങനെയാ പോണ്ടേ? ഓടി ഇറങ്ങിയ ലൈനായിട്ട് പോകണം. പിന്നെ അവിടെ ചെന്നാൽ നമ്മൾ അറ്റൻഷൻ പറയുമ്പോൾ അറ്റൻഷനായിട്ട് നിൽക്കണം. ദേശീയഗാനം പാടുമ്പോൾ നിൽക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന കുറേ നിയമങ്ങളുണ്ട്. അത് അവർ നിർബന്ധമായിട്ട് അനുസരിക്കണം. യൂണിഫോം ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? യൂണിഫോം ഇടണം. നമ്മളൊരു ബാങ്കിൽ ചെന്നാൽ പൈസ എടുക്കാൻ ചെന്ന പാടെ ക്യാഷ് എടുത്ത് എന്നിട്ട് പൈസ മേടിക്കണേന്നേ ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ അവിടെ എന്ത് ക്രമീകരണങ്ങളുണ്ടോ അതെല്ലാം അനുസരിച്ചിട്ട് വേണം. നമ്മളൊരു ആരാധനാലയത്തിൽ ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അവിടെ പെരുമാറാവോ? ഇല്ല. അവിടെയുമുണ്ട് നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എത്ര മുതിർന്നാലും ഇതെല്ലാം നമ്മൾ അനുസരിച്ച് വേണം വളരാനായിട്ട്. 11 വയസ്സുകാരനായ ജെയിംസ് ലെൻ എന്ന കുട്ടി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെ, ആ കുട്ടിയുടെ പിതാവിൻ്റെ കൂടെ മീൻ പിടിക്കാനായിട്ട് പോയി. മീൻ പിടിച്ച് അത് വറുത്ത് പൊരിച്ച് തിന്നുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. ആ രാജ്യത്ത് അവർക്ക് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാസത്തിനായിട്ട് പോകുന്നതാണ്. അപ്പം ഒരു തടാക മധ്യത്തിലുള്ള ഒരു തുരുത്തിലിരുന്ന് അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. മീൻ പിടിച്ച് ഈ കുട്ടിയുടെ ചൂണ്ടയിൽ വലിയൊരു മീൻ കുടുങ്ങി. കൊച്ചിന് വലിയ സന്തോഷമായി. അവനത് വലിച്ച് കരക്കിട്ടു. കരക്കിട്ട് കഴിഞ്ഞപ്പോൾ ഈ അപ്പന് മനസ്സിലായി ഇത് വാൻ ഇനത്തിൽപ്പെട്ട ഒരു മത്സ്യമാണെന്ന്. അപ്പം അപ്പൻ വാച്ചിലേക്ക് നോക്കി. ഈ വാൻ ഇനത്തിൽപ്പെട്ട മത്സ്യത്തെ പിടിക്കാൻ 2 മണിക്കൂർ കൂടി കഴിയണമായിരുന്നു ആ ദേശത്ത്. ഇവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ മാത്രമേ വാൻ ഇനത്തിൽപ്പെട്ട മത്സ്യത്തെ പിടിക്കാനുള്ള സീസൺ ആരംഭിക്കുമായിരുന്നുള്ളൂ. ഉടനെ അപ്പൻ പറഞ്ഞു, മോനെ ആ മീനെ പിടിച്ച് തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അവൻ പിടിച്ചു, അവനിട്ട ചൂണ്ട മീനെ കിട്ടി, വലിയ സന്തോഷം.
അപ്പം ഈ കുട്ടി പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, പപ്പ ഇത് വേറെ ആരും കണ്ടിട്ടില്ലല്ലോ, നമ്മൾ രണ്ടും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് പിടിക്കേണ്ട സീസൺ ആണല്ലോ. പപ്പൻ പറഞ്ഞു, ഇപ്പോൾ നാം അത് ചെയ്യുന്നത് നിയമത്തിൻ്റെ ലംഘനമാണ്. നിയമം പാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്, നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ കുട്ടി സങ്കടത്തോടെ ആയാലും ആ മീനെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി അഭിമാനത്തോടു കൂടിയാണ് തൻ്റെ അപ്പനെ പറ്റി പറഞ്ഞത്. കാരണം നിയമം ലംഘിക്കാനല്ല, നിയമം അനുസരിക്കാനാണ് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്. അപ്പം നിങ്ങൾക്കും നല്ലത് മാത്രമാണ് നിങ്ങളുടെ പേരൻസ് പഠിപ്പിക്കുന്നത്. അത് അനുസരിക്കാൻ നമ്മൾ എപ്പോഴും ബാധ്യസ്ഥരാണ്. യേശു എങ്ങനെയാണ് വളർന്നു വന്നേ? ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രീതി നേടാൻ നമുക്ക് എന്താ ആവശ്യമാണ്? അനുസരണം. മനുഷ്യരുടെ പ്രീതി നേടാൻ നമുക്ക് എന്താ ആവശ്യമാണ്? അനുസരണം ആവശ്യമാണ്. ഇനി ഈ അനുസരണം ഒരു പുണ്യമാണ്. ഈ അനുസരണം എങ്ങനെയാ പുണ്യമായിട്ട് മാറുന്നതെന്നറിയാവോ? നമ്മൾക്ക് അനുസരിക്കാൻ പറ്റും. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ നിങ്ങളെ വിളിച്ചു, എന്നിട്ട് എന്ന് പറയും പോയിരുന്ന പഠിക്ക്, എത്ര സമയമായി കളിക്കാൻ തുടങ്ങിയിട്ട്, വഴക്ക് പറഞ്ഞ് നിങ്ങളെ പഠിക്കാനായിട്ട് കൊണ്ടേ ഇരുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് പുസ്തകം എടുത്ത് ഇരിക്കാം അല്ലേ? ഇങ്ങനെ പുറത്തുകൊണ്ട് ഈ അമ്മയ്ക്ക് എന്നാ എപ്പോഴും ഒരു പഠനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുസ്തകം എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ആ പുസ്തകത്തിന് മുമ്പിൽ ഇരിക്കാം. മനസ്സുകൊണ്ട് നിങ്ങൾ അനുസരിച്ചോ? അപ്പോൾ അനുസരിച്ചോ? ഇല്ല. മനസ്സുകൊണ്ടുള്ള അനുസരണം അവിടെ നടന്നിട്ടില്ല. നമ്മളൊരു പട്ടിക്കുട്ടിയെ വളർത്തിയെന്ന് വിചാരിക്കുക. പട്ടിക്കുട്ടിയെ വളർത്തി, നമ്മൾ ആദ്യമായി എന്നെ പഠിപ്പിക്കുന്നേ? എന്താ പഠിപ്പിക്കുന്നേ? അനുസരിക്കാൻ പഠിപ്പിക്കും അല്ലേ? പട്ടിയുടെ പേരിടും, പേരിട്ട് പട്ടീനെ നമ്മൾ വിളിക്കും, വിളിച്ചിട്ട് കൂട്ടിക്കയറാൻ പറയും. 2 പ്രാവശ്യം കൂട്ടിക്കയറാൻ പറഞ്ഞിട്ട് കയറിയില്ല, നമ്മൾ എന്ത് ചെയ്യും? അടി കൊടുക്കും. അടി കൊടുത്ത് ശിക്ഷണത്തിലൂടെ അതിനെ നമ്മൾ അനുസരിക്കാൻ പഠിപ്പിക്കും. അപ്പം നമ്മൾ ഇഷ്ടത്തോടു കൂടി അനുസരിക്കുമ്പോഴാണ് അത് പുണ്യമായി മാറുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ പുറത്തേതെങ്കിലും ഫംഗ്ഷന് പോകാനോ നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചു. ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കാം, ജീൻസ് ആയിരിക്കാം, ടോപ്പായിരിക്കാം. അപ്പം ആരാധനാലയങ്ങളൊക്കെ പോകുമ്പോൾ ആ വേഷം നമുക്ക് അനുയോജ്യമാണോ? അമ്മ പറഞ്ഞു ആ വേഷം വേണ്ട. രാവിലെ അമ്മ കാപ്പി ഉണ്ടാക്കി വെച്ചു, നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് പൊറോട്ടയാണ് ഇഷ്ടം, പക്ഷേ അമ്മ ഉണ്ടാക്കി വെച്ചത് പുട്ടും കടലയുമായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ല, എനിക്കിത് വേണ്ട. നമ്മളത് ഇഷ്ടത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇടുമ്പോൾ ആ അനുസരണം എന്തായി മാറുന്നു? ഒരു പുണ്യമായി മാറുന്നു. അപ്പം എൻ്റെ ഇഷ്ടമല്ല, ആരുടെ ഇഷ്ടമാണ് നോക്കിയത്? അമ്മയുടെ ഇഷ്ടമാണ് കൂടുതലായിട്ട് ഞാൻ പ്രാധാന്യം കൊടുത്തത്. ഇനി ചെറിയ ചില അനുസരണം വലിയ അനുഗ്രഹമായിട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുമുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. സിറിയൻ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. അപ്പം ഇസ്രായേലിലെ ഒരു പ്രവാചകനാണ് എലീഷ. ഈ എലീഷ പ്രവാചകന് കുഷ്ഠരോഗം മാറ്റാൻ പറ്റുമെന്ന് കേട്ടറിഞ്ഞ് ഈ നാമാൻ എലീഷ പ്രവാചകൻ്റെ വീട്ടുപടിക്കലെത്തിക്കഴിഞ്ഞപ്പം ഈ എലീഷ പ്രവാചകൻ ഒരു ദൂതനെ അയച്ചിട്ട് നാമാനെ അറിയിച്ചു, ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു. നാമാൻ അത് ഇഷ്ടപ്പെട്ടില്ല. എലീഷ പ്രവാചകൻ കടന്നു വന്നിട്ട് തന്നെ തൊട്ട് സുഖപ്പെടുത്തുമെന്നാണ് നാമാൻ വിചാരിച്ചത്. അപ്പം ദൂതനെയല്ലേ അയച്ചത്, അത് നാമാന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നാമാൻ എന്ത് ചെയ്തു? ഇവിടെ കുളിക്കണോ? ഇപ്പം എൻ്റെ നാട്ടിലും ഇല്ലേ നല്ല പുഴയും നദിയൊക്കെ, ഞാൻ അവിടെ പോയി കുളിച്ചോളാമെന്ന് പറഞ്ഞ് തിരികെ പോകാനായിട്ട് തുടങ്ങി. അപ്പം ഭൃത്യന്മാരെന്ത് പറഞ്ഞു എന്നറിയാവോ? വലിയ കാര്യമൊന്നുമില്ല ആവശ്യപ്പെട്ട്, വലിയ കാര്യമായിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ നാമാൻ അനുസരിച്ചാനെ. പക്ഷേ ഇതൊരു കൊച്ചു കാര്യമല്ലേ, ഈ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അതൊന്ന് ചെയ്തു നോക്കിയാൽ പോരെ. ഉടനെ എന്ത് ചെയ്തു? നാമാൻ എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി കുളിച്ചു കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗം മുഴുവൻ മാറി സുഖപ്പെട്ടു. അപ്പം കൊച്ചു കാര്യം ചെയ്തു, പക്ഷെ അവിടെ വലിയ അനുഗ്രഹം ലഭിച്ചോ? അതിൻ്റെ സൗണ്ട് ഇല്ലാത്തേ അനുഗ്രഹം ലഭിച്ചോ? ലഭിച്ചു. ഇതുപോലെ
നമ്മൾ കൊച്ചു കൊച്ചു കാര്യം മനസ്സുകൊണ്ട് അനുസരിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറും. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. ഈശോയെ പോലെ അനുസരിച്ച് ജീവിക്കണോ? വേണോ? ഈശോയെ പോലെ നമ്മളും അനുസരണമുള്ളവരായിട്ട് മാറണോ? മാറണ്ടേ? നിങ്ങൾക്കുള്ളിൽ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ ആര് മാറ്റിയെടുക്കണോ? അത് ഞാൻ. ആരാ മാറ്റിയെടുക്കണ്ടേ? നമ്മൾ എന്ന് പറഞ്ഞാൽ പൊതുവായി പോവും അല്ലേ? ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം. ഞാൻ പപ്പ പറഞ്ഞ അനുസരിക്കും, ഞാൻ അമ്മ പറഞ്ഞ അനുസരിക്കും, ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞ അനുസരിക്കും. നിങ്ങളെല്ലാവരും അനുസരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരിക്കൽ പോലും നിങ്ങളത് അനുസരിക്കാതിരിക്കുകയില്ല. അതേത് കാര്യമെന്ന് അറിയാവോ? കളിക്കാൻ പൊയ്ക്കോളാൻ പറഞ്ഞാൽ ടീച്ചേഴ്സ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യും? ഓടും അല്ലേ? പുറത്തേക്ക് ഓടും. ഒരൊറ്റ കുട്ടി ക്ലാസ്സിലുണ്ടാവില്ല. അപ്പോൾ കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമോ കളി, ഇഷ്ടമില്ലാത്ത കാര്യമോ പഠനം? അപ്പം അത് പാടില്ല. അത് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക. ഞാനും അനുസരിക്കും, ഞാൻ അനുസരിച്ച് ജീവിക്കും. അനുസരണം എൻ്റെ ജീവിതത്തിൽ എന്തായി മാറ്റും? പറ, ഒരു പുണ്യമായി മാറ്റും. ആടിയും പാടിയും കുഞ്ഞുങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സന്തോഷമാണല്ലോ. എന്നാൽ നമുക്കും അവിടുത്തെ സന്തോഷിപ്പിച്ചാലോ? നമുക്കൊരു പാട്ട് പഠിച്ചാലോ? പാട്ട് പാടാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? പാടാം അല്ലേ? തന്താന തനന്താന നന്ദാന തന്താന തന്താന തനന്താന നന്ദാന തന്താന ഈശോനാഥൻ മാത്രം രക്ഷകനായി മണ്ണിൽ. ഈശോനാഥൻ മാത്രം രക്ഷകനായി മണ്ണിൽ.
നല്ലതിനായി ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി. അവന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഒരു വിശ്വാസം. അവന് ആരെ കുറിച്ചുള്ള വിശ്വാസം? അവനെ കുറിച്ചുള്ള വിശ്വാസം.